അബ്രഹാം, ഈ പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? പക്ഷേ നമ്മൾക്കറിയുന്ന ആ കഥയിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത മറഞ്ഞുപോയ ഒരു അധ്യായമുണ്ട്. അബ്രഹാമിന്റെ വെളിപാടെന്നറിയപ്പെടുന്ന ഒരു പുരാതന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തികച്ചും വ്യത്യസ്തമായൊരു മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഈ ഒരു നിഗൂഢമായ യാത്രയിലേക്ക്? എല്ലാം തുടങ്ങുന്നത് ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്. ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ. ഇത് അബ്രഹാമിന്റെ ഉള്ളിലെ ആ ഒരു സംഘർഷമാണ്. അദ്ദേഹത്തിന്റെ ആ മഹത്തായ യാത്രയുടെ ആദ്യത്തെ ചവിട്ടുപടി കൂടിയാണിത്. അപ്പോ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. വിഗ്രഹങ്ങളുണ്ടാക്കി ജീവിക്കുന്ന തേരഹിന്റെ മകനായിട്ടാണ് അബ്രഹാം ജനിച്ചത്. പക്ഷെ ചെറുപ്പം മുതലേ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ അദ്ദേഹം ഒരു സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇനി നടക്കുന്നത് കുറച്ച് രസകരമായ കാര്യങ്ങളാണ്. ദൈവങ്ങൾ എന്നു പറഞ്ഞ് അച്ഛനുണ്ടാക്കിവെച്ച ഈ വിഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നശിക്കുന്നത് അബ്രഹാം കാണുകയാണ്. ഒന്ന് വീണ് തലപൊട്ടുന്നു, വേറെ കുറച്ചെണ്ണം ഒരു കഴുത കാരണം തകർന്നുപോകുന്നു, ഒരെണ്ണം തീയിൽപ്പെട്ട് വെന്തുപോകുന്നു. ഈ കല്ലിനും മരത്തിനും ഒരു ശക്തിയുമില്ലെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യപ്പെടാൻ ഈ സംഭവങ്ങൾ ധാരാളമായിരുന്നു. ഇവിടെയാണ് നമ്മൾ അബ്രഹാമിന്റെ ആ ഒരു ചിന്തയുടെ ആഴം കാണുന്നത്. അദ്ദേഹം ചുറ്റുമൊന്നു നോക്കി. മരത്തെ കത്തിക്കാൻ തീയിന് പറ്റും, അപ്പോൾ തീയാണ് വലുത്. തീയണക്കാൻ വെള്ളത്തിന് പറ്റും, അപ്പോൾ വെള്ളമാണ് വലുത്. അങ്ങനെ ഓരോ പടിയായി ചിന്തിച്ച് എല്ലാത്തിനും മുകളിൽ ഇതെല്ലാം സൃഷ്ടിച്ച ഒരേ ഒരു ശക്തിയുണ്ടാകണം എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തുകയാണ്. ഇതൊരു വിശ്വാസം മാത്രമല്ല, തികച്ചും യുക്തിപരമായ ഒരു കണ്ടെത്തലായിരുന്നു. അങ്ങനെയിരിക്കെ കഥയുടെ ഗതി മാറ്റുന്ന ഒരു സംഭവം നടക്കുകയാണ്. അബ്രഹാമിന്റെ ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ സ്വർഗ്ഗത്തിൽ നിന്ന് തന്നെ നേരിട്ടൊരു മറുപടി കിട്ടുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കത്തുന്ന ഒരു മേഘം, അതിൽ നിന്നൊരു ശബ്ദം മുഴങ്ങുന്നു. അതൊരു സാധാരണ നിർദ്ദേശമായിരുന്നില്ല, മറിച്ചൊരു താക്കീതു കൂടിയായിരുന്നു. നിന്റെ അച്ഛന്റെ വീട്ടിലെ പാപങ്ങൾ നിന്നെയും നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുക എന്ന്. ആ ശബ്ദം കേട്ടതിന് പിന്നാലെ ഭയങ്കരമായൊരു ഇടിമുഴക്കം. അബ്രഹാം നോക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീടും അതിലുള്ള സകല വിഗ്രഹങ്ങളും കത്തിച്ചാമ്പലാവുകയാണ്. അതോടെ എല്ലാം കഴിഞ്ഞു. പഴയ ജീവിതം അവിടെ അവസാനിച്ചു. ഇനി തിരിഞ്ഞു നോക്കാനില്ല, മുന്നോട്ട് പുതിയൊരു വഴി മാത്രം. അപ്പോ ഇവിടെ നിന്നാണ് അബ്രഹാമിന്റെ പുതിയ യാത്ര തുടങ്ങുന്നത്. കൂട്ടിന് ഒരു മാലാഖയുമുണ്ട്. ഇതൊരു സാധാരണ യാത്രയല്ല, ഒരു വലിയ ദൈവിക പരീക്ഷണത്തെ നേരിടാനുള്ള ഒരു ആത്മീയ യാത്ര കൂടിയാണ്. അപ്പോ ആരാണ് ഈ വഴികാട്ടി? അദ്ദേഹത്തിന്റെ പേരാണ് യാവേൽ. ദൈവത്തിന്റെ തന്നെ ശക്തി പേറുന്ന കെരൂബുകളെയും പാതാളശക്തികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളൊരു മാലാഖ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ഈ യാത്രയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഹോരബ് പർവ്വതം, അവിടെ വെച്ചാണ് ആ വലിയ പരീക്ഷണം നടക്കുന്നത്. ദൈവത്തിനായി ഒരു പ്രത്യേക ബലി തയ്യാറാക്കാൻ അബ്രഹാമിന് നിർദ്ദേശം ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കേണ്ട നിമിഷം. ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഒരു വില്ലനും വേണ്ടേ? ഇവിടെ ആ വില്ലന്റെ പേരാണ് അസാസേൽ, ഒരു പക്ഷിരൂപിയായ ദുരാത്മാവ്. വെറുമൊരു ജീവിയല്ല, തിന്മയുടെയും പ്രലോഭനത്തിന്റെയും പ്രതീകമാണവൻ. അവന്റെ ലക്ഷ്യം ഒന്നു മാത്രം: അബ്രഹാമിന്റെ ബലി മുടക്കുക. ഇതൊരു സാധാരണ പോരാട്ടമല്ല. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള, അല്ലെങ്കിൽ സ്വർഗീയവും ഭൗമികവും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അബ്രഹാമിന്റെ വിധി സ്വർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നാൽ അസാസേലിന്റെ അധികാരം ഭൂമിയിൽ മാത്രമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും ഒരു ഗംഭീര സംഭവമാണ്. ഈ യാത്രയുടെ ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം. അബ്രഹാം ഭൗതിക ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ച് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു പ്രാവിന്റെയും ചെങ്ങാളിയുടെയും ചിറകിലേറി സ്വർഗത്തിലേക്ക്. ഒന്നാലോചിച്ചു നോക്കൂ. അതോടെ ഇതൊരു സാധാരണ പരീക്ഷണമല്ല, മറിച്ച് ഒരു ദൈവീക വെളിപാടാണെന്ന് ഉറപ്പാവുകയാണ്. അദ്ദേഹം പ്രവേശിക്കുന്നത് വർണ്ണിക്കാൻ കഴിയാത്തത്ര പ്രകാശവും അഗ്നിയും നിറഞ്ഞൊരു ലോകത്തേക്കാണ്. അവിടെ അദ്ദേഹം കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അത് നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ പോലും പറ്റില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടതെന്ന്. തീ കൊണ്ടുണ്ടാക്കിയൊരു സിംഹാസനം, അതിനു ചുറ്റും ദൈവത്തെ സ്തുതിക്കുന്ന 4 അഗ്നിമയമായ ജീവികൾ, കണ്ണുകൾ നിറഞ്ഞ ചക്രങ്ങൾ, പിന്നെ എല്ലായിടത്തും അഗ്നി. അപ്പോൾ ഈ ജീവികൾക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. ഓരോന്നിനും 4 മുഖങ്ങൾ. സിംഹം, മനുഷ്യൻ, കാള, കഴുകൻ. 6 ചിറകുകൾ വീതമുണ്ട്. എപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗീതമാലപിക്കുകയാണ്. ആ കാഴ്ച എത്രമാത്രം അവിശ്വസനീയമായിരിക്കും അല്ലേ? അപ്പോ ഈ അത്ഭുതകരമായ കാഴ്ചകൾക്ക് ശേഷം അബ്രഹാമിനൊരു വാഗ്ദാനം ലഭിക്കുകയാണ്. ഇതൊരു വെറും വാഗ്ദാനമല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണമില്ലാത്തൊരു ജനതയെ അദ്ദേഹത്തിന് നൽകുമെന്ന ഉറപ്പാണ്. ഈ പ്രപഞ്ച ദർശനം അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെ ഭാവിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ അബ്രഹാം കാണാൻ പോകുന്നത് മനുഷ്യന്റെ ഭാവിയാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ. അദ്ദേഹം എന്തൊക്കെയാ കാണുന്നതെന്നോ? ഏദൻ തോട്ടത്തിൽ സർപ്പമായി വരുന്ന അസാസേലിനെ, ആദ്യത്തെ കൊലപാതകം,
പിന്നെ മനുഷ്യർക്കിടയിൽ പടർന്നു പിടിക്കുന്ന എല്ലാത്തരം പാപങ്ങളും മനുഷ്യൻ ചെയ്തുകൂട്ടിയ തെറ്റുകളുടെ ഒരു നേർക്കാഴ്ചയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പക്ഷേ ആ ദർശനത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. അത് സ്വന്തം പിൻഗാമികളെക്കുറിച്ചുള്ളതാണ്. അവരുടെ പാപങ്ങൾ കാരണം അവർ കൊള്ളയടിക്കപ്പെടുന്നതും അവരുടെ ആലയം നശിപ്പിക്കപ്പെടുന്നതും അവർ അടിമകളാക്കപ്പെടുന്നതുമെല്ലാം അബ്രഹാം വേദനയോടെ കാണുകയാണ്. അപ്പോൾ ഈ പാപങ്ങൾക്കെല്ലാം ഒരു ശിക്ഷയുണ്ടാവില്ലേ? തീർച്ചയായും 10 മഹാവിപത്തുകളാണ് വരാനിരിക്കുന്നത്. അത് വെറും ചെറിയ വിപത്തുകളൊന്നുമല്ല. പല നഗരങ്ങളും കത്തിച്ചാമ്പലാകും, മൃഗങ്ങൾക്കിടയിൽ രോഗം വരും, വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലും, വാളുകൊണ്ടുള്ള ശിക്ഷ, വിനാശകരമായ ഭൂകമ്പങ്ങൾ. അന്തിമ ന്യായവിധിയുടെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നു. അപ്പോ ഈ ഒരു വിവരണം ഇവിടെ പൂർത്തിയാകുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ കഥ കേട്ടതിനു ശേഷം അബ്രഹാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിന് എന്തെങ്കിലും മാറ്റം വന്നോ? കേവലം ഒരു ഗോത്രപിതാവ് എന്നതിനപ്പുറം പ്രപഞ്ചരഹസ്യങ്ങൾ കണ്ടറിഞ്ഞ, മനുഷ്യരാശിയുടെ ഭാവി മുൻകൂട്ടി ദർശിച്ച ഒരു പ്രവാചകനായി അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ.